ശ്രീ മുരളീധരൻ, അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ അന്തർധാര വലിയ തോതിൽ ആരോപണമായി ഉന്നയിക്കുമ്പോൾ പ്രകാശ് ജാവ്ദേക്കറുമായി ഒന്ന് കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് തന്നെ എങ്ങനെയാണ് ഇ.പി. ജയരാജൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വന്നതെന്ന് കാണാം. അദ്ദേഹം പ്രതികരിക്കാൻ പോലും ഇക്കാര്യത്തിൽ തയ്യാറായിട്ടില്ല. പക്ഷേ അതേസമയം അതേപോലെ കൂടിക്കാഴ്ചകളോ അല്ലെങ്കിൽ RSSുമായി നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തിയ ADGP ഇപ്പോഴും ആ സ്ഥാനത്തുണ്ട്. അതിൽ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ വന്ന സ്പീക്കറിന്റെ വാക്കുകളിൽ പോലും RSS പ്രധാനപ്പെട്ട സംഘടന എന്ന നിലപാടെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇ.പി. ജയരാജന്റെ കാര്യത്തിലും ADGPയുടെ കാര്യത്തിലും ഒക്കെ CPM-ൽ തന്നെ വ്യത്യസ്ത നിലപാടുകൾ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കാം? താങ്കൾ എന്ത് സംശയിക്കുന്നു? അതായത് ഇ.പി. ജയരാജൻ ജാവേദ്കറുമായി സംസാരിച്ചത് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം കാലത്ത് അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് മാത്രമേ പിണറായിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. നേരെ മറിച്ച് ആ ചർച്ചയിലത്തെ കണ്ടൻസ് മുഴുവൻ പിണറായി വിജയൻ അംഗീകരിച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ, അവസാനം ഇ.പി. അങ്ങനെ ഒരു വാചകം പറഞ്ഞപ്പോൾ ഈ അന്തർധാര പുറത്തു വന്നോ എന്നൊരു സംശയം പിണറായിക്ക് ഉണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹം ഇ.പി. ജയരാജനെ തൽക്കാലത്തേക്ക് തള്ളി പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ഇ.പി. ജയരാജൻ കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗമാണ്. ആകെ കൺവീനർ സ്ഥാനത്ത് താൽക്കാലമായിട്ടൊന്ന് മാറ്റി നിർത്തിയെന്നേ ഉള്ളൂ. ഇ.പി.യെ പൂർണ്ണമായിട്ടും മാറ്റാൻ പിണറായിക്ക് കഴിയില്ല. കാരണം ഇ.പി. ജയരാജൻ നാളെ സത്യം പുറത്തു പറഞ്ഞാൽ ഇത് മുഴുവൻ വെളിവാകും. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഏതാണ്ട് തൽക്കാലം ഒന്ന് മാറ്റി നിർത്തി. എന്നാൽ അത് ഒരു ശാശ്വതമല്ല. ഇപ്പോൾ അങ്ങ് പറഞ്ഞു ഇത് മുഴുവനായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നില്ല, മുഖ്യമന്ത്രിയാണ് ഇതിൽ നിന്ന്. പക്ഷേ ഇന്ന് ഷംസീറാണ് RSSനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ RSS വലിയ സംഘടനയാണെന്ന് പറയുന്നത്. M.V. ഗോവിന്ദൻ പറയുന്നു ഞങ്ങൾക്ക് വേണമെങ്കിൽ സർസംഘചാലകമായി വേണമെങ്കിൽ ചർച്ച പരിഹാസ രൂപേണയാണെന്ന് തോന്നുന്നു പറയുന്നത്. എങ്കിൽ പോലും അങ്ങനെ പറയുന്നു. വേറെ ആരും തന്നെ ഇതിലൊരു പ്രത്യക്ഷമായ ഒരു എതിരഭിപ്രായം CPM-ൽ നിന്ന് പ്രകടിപ്പിക്കുകയുണ്ടായിട്ടില്ല. അപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ മാത്രമാണോ അതൊരു പാർട്ടി നിലപാട് കൂടി, നേതാക്കന്മാരുടെ ഇടയിൽ ഒരു നിലപാട് കൂടി എന്ന് അങ്ങ് സംശയിക്കുന്നു? കാരണം ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കുകയാണ്. മൂന്നാം വട്ടവും ഭരണത്തിലേറാനുള്ള സാധ്യതകൾ തിരയുന്നു. അങ്ങനെ ഒരു ലോങ് ടേം അന്തർധാരയാണോ ഇത്? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം ഇതിൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ CPM അവരിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും അവരെല്ലാം പിണറായി വിജയന് വഴങ്ങിക്കൊടുക്കുക. അപ്പോൾ പിണറായി വിജയൻ്റെ അജണ്ട കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി അതിന് വഴങ്ങിക്കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും RSS CPM ബാന്ധവം ഇന്ന് ഏതാണ്ട് പരസ്യ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ രഹസ്യത്തിൽ നിന്നും പരസ്യമായി അത് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും UDF നേരിടുക BJP മാർക്സിസ്റ്റ് സഖ്യത്തിനെയായിരിക്കും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ തന്നെ നേതാക്കൾക്കെതിരെ CPM ഉന്നയിക്കുന്ന ആരോപണം, പ്രത്യേകിച്ചും BJP-യുമായി അല്ലെങ്കിൽ ഇപ്പോൾ ദേശീയതലത്തിൽ നോക്കിയാൽ അറിയാം ഏറ്റവും കൂടുതൽ നേതാക്കൾ ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് BJP-ക്ക് പോയ സമയമുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ആ ആരോപണങ്ങൾ ഇത് ഈ RSSനെ BJP-യും കേന്ദ്രീകരിച്ചുള്ള ആരോപണങ്ങളിൽ ഒതുങ്ങുമോ? അല്ലാതെയുള്ള ഒരു രാഷ്ട്രീയ ആരോപണമോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇല്ലാതെ കൃത്യമായി ഒരു ഭാഗത്ത് RSSും BJP-യും അതിനോട് ആർക്ക് ബന്ധം എന്ന നിലയിലേക്ക് CPM-ഉം കോൺഗ്രസും ചർച്ചകൾ വഴിതിരിച്ചുകൊണ്ടു, അതാണോ ഇനി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാനിരിക്കുന്നത്? അതെ, തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തെ LDFിൻ്റെ ഭരണ പരാജയം തന്നെയാണ് ഞങ്ങൾ ഒന്നാമതായിട്ട് പ്രൊജക്റ്റ് ചെയ്യുക. രണ്ടാമത്തത് ഈ അന്തർധാരി. അതായത് ഭരണ പരാജയത്തിനെ അതിജീവിക്കാൻ BJP-യുമായിട്ടുള്ള ബാന്ധവമാണ് മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും കേരളത്തിൽ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ രണ്ടുപേർക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഒരു ഭാഗത്ത് സർക്കാരിൻ്റെ ജനവിരുദ്ധ നടപടികളും മറുഭാഗത്ത് BJP മാർക്സിസ്റ്റ് അവിശുദ്ധ കൂട്ടുകെട്ടും. ഈ രണ്ടിനും എതിരായിട്ടുള്ള പോരാട്ടമായിരിക്കും ഐക്യ ജനാധിപത്യ മുന്നണി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലും അനുവർത്തിക്കാൻ പോകുന്ന നയം. ഏത് രീതിയിലാണ് ഇനി കോൺഗ്രസ് പ്രക്ഷോഭ രംഗത്തേക്ക് വരുന്നത്? ഇപ്പോൾ ADGPയുടെ ആസ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ നിർണായക തീരുമാനം ഉണ്ടായേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വിവാദം കെട്ടടങ്ങുകയാണോ? അല്ലെങ്കിൽ PV അൻവർ ഉന്നയിച്ച പല ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ന് വന്ന ഫോൺ ചോർത്തലടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്വീപ്പറിൻ്റെ അടക്കം ഫോൺ ചോർത്തുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് അൻവർ ആരോപിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പിടിച്ച് പക്ഷേ പരിഹാസ രൂപേണ പറയുന്നുണ്ട് അൻവർ പറയുന്നതിനനുസരിച്ച് സമരം ചെയ്യേണ്ട ഗതികേടിലേക്ക് പ്രതിപക്ഷം പോയി എന്ന വിമർശനം CPM-ന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ വളരെ ബാലൻസ് ചെയ്ത് വേണം നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങളുടെ അടുത്ത നടപടികളും തീരുമാനിക്കാനെന്ന് തോന്നുന്നു.
സ്വാഭാവികമായിട്ടും ഒരു ഭരണകക്ഷി MLA ഭരണകക്ഷിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പ്രതിപക്ഷം ഏറ്റെടുക്കും. അതിൽ തെറ്റെന്താ? നേരെ മറിച്ച് ഒരു കുറ്റാരോപിതയുടെ ചില കമൻറ്റുകളുടെ പേരിൽ സെക്രട്ടേറിയറ്റ് വളഞ്ഞ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അവർക്ക് എങ്ങനെയാണ് അവർക്ക് UDFനെ വിമർശിക്കാൻ കഴിയുക? ഞങ്ങളെ ഒരു ഭരണകക്ഷി MLA ഭരണകക്ഷിക്കെതിരായിട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഞങ്ങൾ ഉപയോഗിക്കും. അത് ഞങ്ങളുടെ കടമയല്ലേ. അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. മാത്രമല്ല, ഇനി നാളെ അജിത് കുമാറിനെ മാറ്റിയാൽ പോലും ഈ സർക്കാരിനെതിരായിട്ടുള്ള സമരപരിപാടിയിൽ ഒരു മാറ്റവും ഞങ്ങൾ വരുത്താൻ പോകുന്നില്ല. പിണറായി സർക്കാർ ഒരു തികഞ്ഞ പരാജയമാണ് എന്നുള്ള ആ കണ്ടൻസോടുകൂടെ തന്നെ ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങും. ഇനി സമരങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അവസാനമായി ഒന്നുകൂടി DGP അജിത് കുമാറിന് ഇതുവരെ കിട്ടി സുരക്ഷാ കവചം, അത് മുഖ്യമന്ത്രിയുമായുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തിന്റെ കാഠിന്യം അല്ലെങ്കിൽ അത് എത്രത്തോളം ശക്തമാണെന്നാണ് വ്യക്തമാക്കുന്നത്. അതിന് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമെന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഈ ചർച്ച സംബന്ധിച്ച് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഡയറക്ഷനൊക്കെ ആണല്ലോ അജിത് കുമാറിൻ്റെ ഒരു പിടിവള്ളിയും കരുത്തെന്ന് പറയുന്നത്. കാരണം അജിത് കുമാറിനെ അങ്ങനെ പൂർണ്ണമായിട്ടും മാറ്റാൻ പിണറായിക്ക് കഴിയില്ല. കാരണം അജിത് കുമാർ എല്ലാ കാര്യങ്ങളും നാളെ വെട്ടി തുറന്ന് പറഞ്ഞാൽ പിണറായിക്ക് പിന്നെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് പരമാവധി അജിത് കുമാറിനെ സംരക്ഷിക്കുക എന്നുള്ള നയമാണ് പിണറായി സ്വീകരിച്ചിട്ടുള്ളത്. ആ നയത്തിൽ മാറ്റം ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ശരി, വളരെ നന്ദി ശ്രീ K. മുരളീധരൻ, വളരെ വിശദമായ പ്രതികരണം നടത്തിയതിന്.